ഈ പെട്ടിയും ഇതിനുള്ളിലെ എല്ലാം കൂടെ ചേർന്നുള്ള സാധനത്തിനാണ് നമ്മൾ സ്പീക്കർ എന്ന് പറയുന്നത്. ഇതിനാണ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു ഡ്രൈവറെങ്കിലും ഒരു സ്പീക്കറിൽ കാണും. മിക്കവാറും നമ്മൾ കാണുന്ന സ്പീക്കറിലെല്ലാം 2 ഡ്രൈവേഴ്സ് ഉണ്ടാവും. ഒന്ന് ഹൈ ഫ്രീക്വൻസി ഒച്ച ഉണ്ടാക്കാനുള്ള ട്വീറ്റർ എന്ന് പറയുന്ന ഡ്രൈവറും ലോ ഫ്രീക്വൻസി ഒച്ച ഉണ്ടാക്കാനുള്ള വൂഫർ എന്ന് പറയുന്ന ഡ്രൈവറുമായിരിക്കും. നമ്മൾ ഇച്ചൂടെ ഹൈ എൻഡ് സ്പീക്കറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 ഡ്രൈവേഴ്സ് കാണും. ഒരു മിഡ് ഫ്രീക്വൻസി ഒച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മിഡ് ഡ്രൈവറും കാണും. ഇനി നമ്മൾ ഇച്ചൂടെ കൂടിയ ഹൈ എൻഡ് ഓഡിയോ എക്യുപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് 4 ഡ്രൈവേഴ്സ് കാണും. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലിന്നിൻ്റെ മാജിക് 140 എന്ന സ്പീക്കറിൽ 4 ഡ്രൈവേഴ്സ് ഉണ്ട്. ഒരു ഹൈ ഫ്രീക്വൻസി, ഒരു മിഡ് ഫ്രീക്വൻസി, ഒരു ലോ ബേസ്, പിന്നെ ഒരു അപ്പർ ബേസ്. ഈ പല ഡ്രൈവേഴ്സ് നമുക്ക് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡ്രൈവറിൽ എല്ലാ ഒച്ച ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവർ ഒട്ടും എഫിഷ്യൻ്റായിട്ട് നല്ല ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രൈവേഴ്സ് ഉള്ള ഒരു സ്പീക്കർ എന്ന് പറയുന്നത് IRS റെഫറൻസ് സ്പീക്കറാണ്. ഈ സ്പീക്കറിൽ 56 ഡ്രൈവേഴ്സ് ഉണ്ട്. 6 ലോ ഫ്രീക്വൻസി ഡ്രൈവേഴ്സും 12 മിഡ് ഡ്രൈവേഴ്സും 36 ഹൈ ഫ്രീക്വൻസി ഡ്രൈവേഴ്സും ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലാരിറ്റിയുള്ള സ്പീക്കറാണ്. ഈ സ്പീക്കേഴ്സ് ഈ ലോകത്തിൽ തന്നെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ഹൈ എൻഡ് സൗണ്ട് സ്റ്റുഡിയോകളിലും ടെസ്റ്റിംഗ് യൂണിറ്റ്സിലും മാത്രമേ ഈ സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നുള്ളൂ.